അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പുരുഷത്തെ വിദ്യാർത്ഥിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യത്തുകും അതേപോലെ ചില തിങ്ങലുകും അതേപോലെ ചില നാലുക് ഫളലുരെ നിശ്ചയിച്ചിറ. അതിൽപ്പെട്ട ഒന്നേത്തിക്കർ എല്ലാ വാർത്തലും പണ്ടതായ ജുമാഅത്തെ നാൾ. അപ്പോൾ ഈ ജുമാഅത്തെ നാളുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ ഫളലുരെ ഞങ്ങൾക്ക് പടിപാട്ടി തന്നർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഖൈറു യൗമിൻ തൊലഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യ ഉദിക്കുന്നതായ നാല് വെച്ചിട്ട് യാറ ഖൈറൈത്തുല്ലേ ഉത്തമമായ ഒരു നാലൈത്തിക്കർ ജുമാഅത്തെ നാൾ. ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് വെച്ചിട്ട് സൂര്യ ഉദിക്കുന്നതായ ഓരോ നാളും അതിൽ വെച്ചിട്ട് യാറ ഉത്തമമായ നാല് അത് ജുമാഅത്തെ നാളിൻ്റെ എത്തിക്കർ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടി തണ്ടത്. ഇതേപോലെ കുറേ ഹദീസിൽ ജുമാഅത്തെ വിഷയത്തിൽ അതേപോലെ അണ്ടത്തെ ഞങ്ങൾ ആക്കുന്ന കാര്യത്തെ വിഷയത്തിലും അണ്ടത്തെ പ്രവർത്തനത്തെ വിഷയത്തിൽ അതിലെ ആ പ്രവർത്തനത്തെ ഫളലുരം കൂലിയുടെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പടിപാട്ടി തണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ ചിലത് നിങ്ങളുടെ മുന്നിലുണ്ട് ചൊല്ലഗീത്തിനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഇത് ജുമാഅത്തെ അണ്ടത്തെ ഫജ്ർ നിസ്കാരത്തുകളെ ശ്രേഷ്ഠത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഷെയ്ഖ് അൽബാനി സ്വഹീഹ് ചൊന്തു വിശേഷിപ്പിച്ചതായ ഹദീസ് എത്തിക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അഫ്ളലുസ് സ്വലവാതി ഇൻദല്ലാഹി സ്വലാത്തുസ് സുബ്ഹി യൗമൽ ജുമുഅ ഫി ജമാഅത്തിൻ. നിസ്കാരത്തിൽ വെച്ചിട്ട് അതായത് ഫർള് നിസ്കാരത്തിൽ വെച്ചിട്ട് അള്ളാഹുര മുട്ട യാറ അഫ്ളലായ ശ്രേഷ്ഠുള്ളതായ നിസ്കാര ഇത്തിക്കർ ജുമാഅത്ത് ഉണ്ട് നിസ്കരിക്കുന്നതായ സുബഹി നിസ്കാരം. ഈ ഹദീസിൽ വിശദീകരിച്ചത് ഉലമാക്കന്മാർ ചൊന്നാർ ഈ ഹദീസിൽ മൂന്ന് ശ്രേഷ്ഠമായ കാര്യം ഉൾക്കൊള്ളും. ഒന്ന് നാല് വെച്ചിട്ട് ഉത്തമമായ ഖൈറായ നാലൈത്തിക്കർ ജുമാഅത്തെ നാല്. അതേപോലെ 5 വക്തിരെ ഫർള് നിസ്കാരത്തിൽ അഫ്ളലായ നിസ്കാര ഇത്തിക്കർ ഫജ്ർ നിസ്കാരം. അതേപോലെ സിംഗലൈത്ത് നിസ്കരിക്കുന്നതിനെ കാട്ടി യാറെ ശ്രേഷ്ഠത്തുള്ള നിസ്കാര ഇത്തിക്കർ ജമാഅത്തെ നിസ്കരിക്കുന്നത്. അപ്പോൾ ഈ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നും ചൊന്തും ജമാഅത്തെ ജുമാഅത്തെ ഉണ്ട് ജമാഅത്തെ ഫജ്ർ നിസ്കരിക്കുന്നത് ഇത്തിക്കർ അള്ളാഹുര മുട്ട യാറ അഫ്ളലൈത്തുള്ള നിസ്കാര ചൊന്നു നിസ്കാരത്തിൽ വെച്ചിട്ട് യാറെ ശ്രേഷ്ഠതുള്ള നിസ്കാരമാണ്. അതേപോലെ രണ്ടാമത്തെ കാര്യം ജുമാഅത്ത് വേഗമേ പണ്ടത്. അതായത് ജുമാഅത്തെ ഉണ്ട് പള്ളിക്ക് വേഗ പോകേണ്ട വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പടിപാട്ടിത്തണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് മുത്തഫഖുൻ അലൈഹി ഹദീസ് എത്തിക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ലൽ ജനാബ. ആരെങ്കിലും ജുമാഅത്തെ ഉണ്ട് ജനാബത്ത് കുളിക്കുന്നത് പോലെ ആരെങ്കിലും കുളിച്ചേണ്ടേ അതായത് ഒന്നോർത്ത ജനാബത്ത് കുളിക്കുന്നത് പോലെ ഓർത്ത കുളിച്ച അതായത് തന്നെ അവൻ്റെ ശരീരത്തെ എല്ലാ ഭാഗത്തുക്കും പോയിട്ട് അവൻ്റെ കക്ഷത്തുക്കും അതേപോലെ അവൻ്റെ ഗുഹ്യഭാഗത്തുക്കും എല്ലാ ഭാഗത്തുക്കും അവൻ്റെ തലരെ നല്ല രൂപത്തിൽ അവന് കൽകിയ അങ്ങനെ അവന് കുളിച്ച സുമ്മ റാഹ പിന്നെ അവന് പള്ളിക്ക് അവന് പോയ ഫക അന്നമ ഖറബ ബദന അവനൊരു ഒട്ടരെ അവന് അർത്ഥത്ത് സ്വതക്ക് കൊടുത്തതായ പ്രതിഫലം അവന് കൊണ്ടു. അതായത് ആ ജുമാഅത്തെ ഉണ്ട് സുബഹി നിസ്കാരത്തെ അതായത് ഫജ്റിൽ പിന്നെ ഫജ്റിൽ പിടിച്ചിട്ട് ജുമാ തുടങ്ങുന്നിടത്തോളുള്ളതായ ടൈം വരെ അതിൽ ഓരോ ഘട്ടയിത്ത് അത് ഫസ്റ്റ് വന്ന ആളുകളും ഉള്ള പ്രതിഫല പിന്നെ വന്ന ആളുകളുടെ പ്രതിഫല അതിൽ പിന്നെ വന്ന ആളുകളുടെ പ്രതിഫല എത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ചൊല്ലത്. ഇവിടെ ഫസ്റ്റ് എത്തിയ ആളുകൾ എത്തിക്കർ ഒട്ടേറെ അർത്ഥത്ത് കൊടുത്തതേ പ്രതിഫലം ഉള്ളത്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു വമൻ റാഹ ഫിസ്സാഅത്തി സാനിയ ഫകഅന്നമാ ഖറബ ബഖറ. രണ്ടാമത്തെ ഘട്ടത്തിൽ ആരെങ്കിലും അവന് പള്ളിക്കെത്തിയ ഒന്നാൽ കുളിച്ചിട്ട് ജുമാഅത്ത് അവന് വന്നിട്ടായെങ്കിൽ അവനക്ക് ഒരു പൈര് അള്ളാഹു മാർഗത്തിൽ പൈര് അർത്ഥത് സ്വതക്ക കൊടുത്തതായ കൂലിയുണ്ട്. അതേപോലെ മൂന്നാമത്തേത് ഒമൻ റാഹ ഫിസ്സാഅത്തി സാലിസ. മൂന്നാമത്തെ ഘട്ടത്തിൽ ആരെങ്കിലും വന്നിട്ടായെങ്കിൽ ഫകഅന്നമാ ഖറബ കബ്ശൻ അഖറൻ. അവനൊരു കൊമ്പുള്ളതായ ആട് അവൻ അർത്ഥത്ത് കൊടുത്തതേ പ്രതിഫലമുണ്ട്. അതേപോലെ ഒമൻ റാഹ ഫിസ്സാഅത്തി റാബിഅ. നാലാമത്തെ ഘട്ടത്തിൽ ആരെങ്കിലും പള്ളിക്ക് വന്നിട്ടായെങ്കിൽ ജുമാഅത്തുക്ക് വന്നിട്ടായെങ്കിൽ ഫകഅന്നമാ ഖറബ ദജാജ. അവനൊരു കോലിരെ അള്ളാഹു മാർഗത്തിൽ അടുത്തത് സ്വതം കൊടുത്തതായ പ്രതിഫലം കൊണ്ടു. അതിൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഒമൻ റാഹ ഫിസ്സാഅത്തിൽ ഖാമിസ. അഞ്ചാമത്തെ ഘട്ടത്തിൽ ആരെങ്കിലും വന്നിട്ടായെങ്കിൽ ഫകഅന്നമാ ഖറബ ബൈള. അവനൊരു മുട്ട കോലിര മുട്ട കൊടുത്തതായ പ്രതിഫലം കൊണ്ടു.
അപ്പോൾ അതായത് ആ ഇവിടെ ചെന്നതുപോലെ ഫജർ നിസ്കാരത്തെ പിടിച്ച് അതേപോലെ ജുമാഅത്തോൽ ആ ടൈമുകളിലെ ഓരോ ടൈമുറെ ഓരോ ഘട്ടത്ത് 5 ഘട്ടത്ത് ಬೇರೆ ಬೇರೆ ಹಾಕಿ ಫಸ್ಟ್ ಬಂದ ಆಳಿಗೆ ಒಂಟೆ ಕೊಡ್ತದಾಯ ಪ್ರತಿಫಲ, രണ്ടാമത്തെ ಬಂದ ಆಳಿಗೆ ഒരു പൈര അറുത്ത് കൊടുത്തതായ പ്രതിഫലം, മൂന്നാമത്തെ ಬಂದ ആളിಗೆ ആട് കൊമ്പിൽ ആട് കൊടുത്ത പ്രതിഫലം, നാലാമത്തെ ಬಂದ ആളിಗೆ കോലിരെ, അതേപോലെ അഞ്ചാമത്തെ ಬಂದ ആളിಗೆ കോലിരെ മുട്ട കൊടുത്തതായ പ്രതിഫലം ഒന്നുണ്ട്. ഇനി അതേ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഫഇദാ ഖറജൽ ഇമാമു ഹളിറത്തിൽ മലായിക യസ്തമിഊന ദിക്റ. അങ്ങനെ ഈ ഇമാമ് ഖത്തീബ് മിമ്പർക്ക് പത്തിയാൽ പിന്നെ ഖുത്ബ ചൊല്ലകത്ത് മിമ്പർക്ക് പത്തിയാൽ പിന്നെ അവിടെ ആ ഓരോ ಬಂದ ആളരെ എഴുതി ഉണ്ടിരുന്നതായ അമലക്ക് അങ്ങനെ ആ കിതാബരെ ബന്ധാക്കിയിട്ട് അങ്ങനെ എന്താക്കാറ് ഖത്തീബരെ ഖുത്ബയ്ക്ക് കഴിത്ത് അങ്ങ് പള്ളികൾക്ക് ബന്ധേക്കാറ്. അതിൽ പിന്നെ ಬಂದതായ ആൾമാർ അങ്ങനെ പേരെന്താക്കില്ല, അതിലെഴുതില്ല. അങ്ങക്ക് ജുമാ പൂർത്തിയാക്കി അങ്ങനെ വാജിബ് പൂർത്തിയായി മാത്രം അതിലെ കൂലി അങ്ങക്ക് എന്തില്ല, അങ്ങക്കില്ല. അതേപോലെ മൂന്നാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പടിപാട്ടി തണ്ടത് മായത്തണ്ട് നടന്നിട്ട് വേണ്ടത് പള്ളിക്ക് ഖുത്ബത്ത് കഴിത്ത് നടന്നിട്ട് പോകേണ്ടതായ ശ്രേഷ്ഠത, അതേപോലെ അതുപോലെതായ പ്രതിഫലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഷെയ്ഖ് അൽബാനി സ്വഹീഹ് ചൊന്തു വിശേഷിപ്പിച്ചതായ ഹദീസ് എത്തിക്കറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു മൻ ഗസ്സല യൗമൽ ജുമുഅത്തി വഗ്തസല, ആരെങ്കിലും ജുമുഅത്തുണ്ട് തല കൽകിറ അതേപോലെ അവന് കുളിക്കിറ. മൻ ഗസ്സല ചെന്നെങ്കിൽ തല കൽകിറ, തല അവന് പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പ്രത്യേകിച്ച് ചൊല്ലുക കാരണം സ്വഹാബിരങ്ങ അങ്ങ് എണ്ണിട്ട് പോയിന്നാറ് തലക്ക് കുളിക്കിറ മുന്ന് എണ്ണിട്ടിട്ട് അതിരങ്ങ കൽകി പോയിന്നാറ്. അതുകൊണ്ട് തെറ്റിക്ക് റസൂലും അതിനെ പ്രത്യേകിച്ച് എടുത്തു ചെന്നു. അങ്ങനെ ജുമാഅത്തിൻ്റെ ആരെങ്കിലും അവന് തല കൽക്കുക, അത് പിന്നെ വഗ്തസല അവನು ഫുള്ള് കുളിച്ച ശരീരം മൊത്തം ചെണ്ടിയാക്കിയിട്ട് അവന് കുളിച്ച. പിന്നെ സുമ്മ ബക്കറ വബ്തക്കറ, പിന്നെ അവನು ബക്കറ അവನು ಬೇಗമേ പള്ളിക്ക് വന്ന, അതെ ಬೇಗ വന്നതായ പ്രതിഫല ഒരു ഹദീസിൽ ഞങ്ങൾ വിശദീകരിച്ച. അങ്ങനെ അവನು ಬೇಗം അവನು പള്ളിക്ക് വന്ന. അതേപോലെ വബ്തക്കറ ഖുത്ബത്തെ ആദ്യത്തെ പിടിച്ചിട്ട് ഖുത്ബ തുടങ്ങുന്നതിൽ പിടിച്ചിട്ട് ലാസ്റ്റത്തോളം അവൻ അങ്ങനെ ഖുത്ബ കേട്ട, നടുവിലവನು ഖുത്ബ കേൾക്കരുത് നഷ്ടപ്പെട്ടതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അവನು ഖുത്ബ ഫുള്ള് കേട്ട തുടക്കത്തിൽ പിടിച്ചിട്ട് അവസാനത്തോലും. വമഷ വലം യർക്കബ്, അതേപോലെ അവನು പള്ളിക്ക് വരുമ്പോഴത്തേക്ക് നടന്നിട്ട് വന്ന, അവൻ്റെ ഗാഡി അവನು കൊമന്തില്ല അല്ലെങ്കിൽ അവന് ഗാഡിയിൽ വന്നിട്ടില്ല, അവൻ നടന്ന് തെറ്റിக்கிறവൻ്റെ ഉത്തരെ പള്ളിക്ക് പോയത്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു വദന മിനൽ ഇമാം, ഇമാമരെ അടുത്ത് ഇമാമരെ മുട്ട തെച്ച, അതായത് ഒന്നാമത്തെ സൊഫിലവನು തെച്ച, ഖത്തീബറെ എദൂറിലും അവന് തെച്ച. ഫസ്തമഅ വലം യൽഗ, അങ്ങനെ അവൻ എന്താക്കിയ എദൂർ തെച്ചിട്ട് ഇമാമരെ ഖത്തീബറെ ഖുത്ബത്ത് അവന് ശ്രദ്ധിച്ചിട്ട് കേട്ട. ഒലമാക്കന്മാർ ഇതിനെ വിശദീകരിച്ച് ചെല്ലാറ് ജണ്ടും വേണം, ഇമാമറ് മുട്ട തെക്കണം, അതായത് എദൂറിലും ആദ്യം ഒന്നാമത് സൊഫിൽ തെക്കണം, അതേപോലെ ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. കാരണം ചില ആൾമാർ ചിലപ്പോൾ ഒന്നാമത് സൊഫിൽ ഇക്കുവാറ് ബന്ധ വെച്ചിട്ട് ഉറങ്ങറിയത്തിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയാക്കറിയത്തിക്കും, ശ്രദ്ധിച്ച് കേൾക്കാല. അല്ലെങ്കിൽ ചില ആൾമാർ ലാസ്റ്റ് അവസാന സൊഫിലെത്തിക്ക് ഇക്കരെ ഉടങ്ങ ശ്രദ്ധിച്ച് കേട്ടിരിക്കുവാറ്. അതുകൊണ്ട് ഒലമാക്കന്മാർ ചെന്നാൽ ഈ ഒരു പ്രതിഫല കരസ്ഥ ജണ്ടും വേണം, ഒന്നാമത് സൊഫിലും വേണം, അതേപോലെ ഇസ്തിമാവും നല്ലപോലെ അവൻ എന്താക്കണം ഖത്തീബറെ ഖുത്ബത്തെ ശ്രദ്ധിച്ചിട്ട് കേൾക്കണം. അതേപോലെ വലം യൽഗ, അവನು ലഘു ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ലഘു ചെന്നിട്ടുണ്ടെങ്കിൽ അനാവശ്യ പ്രവർത്തനം, അനാവശ്യ പണി ചെന്ന് ഒലമാക്കന്മാർ നമുക്ക് വിശദീകരിച്ച് തണ്ടാറ്. ഇപ്പോഴത്തെ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ മുട്ട തെക്കരുത് ഞങ്ങളെ സഹോദര അല്ലെങ്കിൽ ആരെയും ഒരാൾ അയാൾ ഖുത്ബത്തെ ശ്രദ്ധിച്ചുകൊണ്ടില്ല, അപ്പോൾ ഖുത്ബത്തെ ശ്രദ്ധിക്കലാ ചൊല്ലുന്നതും ലഘുവായി തീക്കറും. അതേപോലെ ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും മൻ മസ്സൽ ഹസ ഫഖദ് ലഗ, ആരെങ്കിലും കല്ലുരവണ് തൊട്ടുണ്ടെങ്കിൽ കല്ലുരവണ് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് അവനെന്താക്കിയ ലഘുവാക്കിയ അനാവശ്യ പ്രവർത്തനമാക്കിയാണ്. കാരണം എൻ്റെ പള്ളിയിലുള്ളത് ടൈൽസും മാറ്റും കാർപ്പറ്റും ആയിത്തിക്കും. മുന്നോല് സ്വഹാബിയുടെ കാലത്തിൽ മണ്ണിലെത്തിക്കാൻ അങ്ങനെ നിസ്കരിച്ചു ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കല്ലിന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സൈഡ് വെക്കറ്, അപ്പോൾ അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അതും ലഘുവായി തീക്കറ. അതുപോലെ എന്താക്കും തീരാ അവനാക്കത്തെ അതും ലഘുവിൽ പെടരും. ഫമൻ ലഗ ഫല ജുമഅത ലഹ്, ആരെങ്കിലും ലഘു പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യ പ്രവർത്തനത്തെ അവನು ആക്കിയിട്ടുണ്ടെങ്കിൽ അവനക്ക് എന്തില്ല ജുമാ ഇല്ല. ജുമായില്ല ചെന്നെങ്കിൽ അതിരെ പ്രതിഫലമില്ല, ശ്രേഷ്ഠതയില്ല. വാജിബ് പൂർത്തിയാക്കിയ അത്രമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ചൊന്നത് എന്തിരെ ഒരുത്ത കല്ലറ തൊട്ടെങ്കും ലഘുവായി തീക്കറും, അല്ലെ കല്ലറ ഒന്ന് തെല്ല് അവನು സൈഡാക്കിയാൽ, അല്ലെങ്കിൽ ഞങ്ങളെ മുട്ട തെക്കറിനാൾ ഫോൺ തോണ്ടരമാ, അതല്ലെങ്കിൽ പൽക്ക വരമ, അല്ലെങ്കിൽ ഖുത്ബത്തെ ശ്രദ്ധിക്കാണ്ട് അപ്പുറം ഇപ്പുറം ഇങ്ങനെ നോക്കിക്കൊണ്ടുള്ള അങ്ങോട്ട് ഖുത്ബത്തെ ശ്രദ്ധിക്കില്ല ചൊല്ലതും ലഘുവുണ്ടായെങ്കിൽ അപ്പോൾ വന്ന് പള്ളിക്ക് വന്ന് ഉറങ്ങരുത് ആളുടെ അവസ്ഥ എന്താവും, എന്തിരെത്തിക്കൂ പള്ളിക്ക് വണ്ടേ വെച്ചിട്ട് ഉറങ്ങറ്. ഒന്ന് ചിലപ്പോൾ അങ്ങ് ഫസ്റ്റിಗೆ ಬಂದಿಕ್ಕುವಾರು ഖുത്ബ ഇമാമ് ഖത്തീബ് മിമ്പർക്ക് പത്രം മുന്നലേ പണ്ടാറ് ಬಂದೆಕ್ಕರು ലാസ്റ്റ് തോൽ തീരെടുത്തോലും ഉറങ്ങറ്. അപ്പോൾ അങ്ങനെ അവസ്ഥ എന്തിരെത്തിക്കും ജുമാ ഇല്ല അവനക്കും ആ വാജിബ് പൂർത്തിയാക്കാൻ മാത്രം ആ ഒരു പ്രതിഫല അവനക്ക് എന്താക്കാവില്ല കരസ്ഥാക്കാവില്ല.
ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹി സ്വല്ലു ഖതീബിറെ ഖുത്ബ, അതായത് ജുമാഅത്തിൻ്റെ ഖുത്ബ കേൾക്കുന്നത് വാജിബ് എത്തിക്കിറിച്ചോ ഫുഖഹാക്കന്മാർ ഇത്തിഫാക്ക് എത്തിക്കിറാറ്. അപ്പോൾ ജുമാഅത്ത് പള്ളിക്ക് ಬಂತು ഇമാമ് എന്തിരെ ചൊല്ലുക, ഖതീബ് എന്തിരെ ചൊന്നുകൊണ്ട് അതിരെ ശ്രദ്ധിച്ച് കേൾക്കണം, അത് നിർബന്ധം എത്തിക്കറ്. അതല്ലാണ്ട് ಬಂತು വെച്ചിട്ട് ഉറങ്ങരമ, അതല്ലെങ്കിൽ ಬೇರೆ എന്തെങ്കിലും ആക്കറ്, ಬಂಡೆ പോണ്ടെങ്കിലും നോക്കറ്, പൽക്ക ಬರ್ರೆ, ಬೇರೆ ഒരാളുടെ അഞ്ഞപ്പോ ഇഞ്ഞപ്പോ ചൊന്തു അല്ലെങ്കിൽ എതിർ പോ, അതെല്ലാം. അതേപോലെ എതിർ ഞങ്ങൾ വന്നപ്പോൾ എതിർലൊരു ജാഗയുണ്ട്, ഒരാളെ കടന്നിട്ട് പോകേണ്ടതും തീര, അതും ലഘു എത്തിക്കറ്. അതേ ശ്രദ്ധിച്ച് കേട്ടു ഇന്ന ഒരാൾ എന്താക്കറ് സൈഡാക്കിയിട്ട് എതിർ ജാഗിന്ന് സബിൽ കടന്നിട്ട് പോകണ്ടേ, അതും ലഘു എത്തിക്കറ്, അതും പാടില്ല. എവിടെ ഞങ്ങൾക്ക് ജാഗ കിട്ടുക, ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ എതിരിൽ ഏത് ജാഗ ഉണ്ടാ അവിടെ എന്താക്കറ് ജണ്ടൊക്കെ നിസ്കരിച്ചിട്ട് ദക്കറ്. അപ്പോൾ ഈ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു വന്ന് ഫസ്തമഅ ഫലം യൽഗ, അവൻ പള്ളിക്ക് വന്ന ഇമാമരെ മുട്ട തെച്ച ഖുത്ബ ശ്രദ്ധിച്ചിട്ട് കേട്ട ലഘുവൊന്നും അവനും എന്താക്കിയിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. അവനാശ പ്രവർത്തന അവനൊന്നും ആക്കിയിട്ടില്ല. പിന്നെ റസൂൽ അങ്ങനെ ആട്ടായെങ്കിൽ ഓർത്ത് അങ്ങനെയല്ല, അവನು ഔത്തര എന്താക്കിയ സുബൈക്ക് അവന് കുളിച്ചിട്ട് ജുമാഅത്തിക്ക് വേണ്ടിയിട്ട് റെഡിയാണ്. ഈ കുളിക്കിര ചൊല്ലുമ്പോഴത്തേക്കും ജുമാഅത്തിക്ക് വേണ്ടിയിട്ട് റെഡി കുളിക്കരുത് സുന്നത്ത് എത്തിക്കറും. ചില ഉലമാക്കന്മാർ ചെന്നാൽ കുളിക്കരുത് ജുമാഅത്ത് കുളിക്കരുത് വാജിബ് എത്തിക്കറും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ചെന്നു, ഷെയ്ഖ് അൽബാനി സ്വഹീഹ് ചൊന്ന് വിശേഷിപ്പിച്ചത് ഹദീസ് എത്തിക്കറും. ഗുസ്ലു യൗമിൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, പ്രായപൂർത്തിയായ എല്ലാ ആൾമാരുടെ മേലും ജുമാഅത്തിൻ്റെ കുളിക്കിര ചൊല്ലുന്നത് അത് വാജിബ് എത്തിക്കറും. അങ്ങനെ ചില ഉലമാക്കന്മാർ ഈ ഹദീസിൽ വിശദീകരിച്ച് വന്നാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാജിബ് ചെന്നത് ആ കുളിരങ്ങ് യാരെ ശ്രദ്ധിക്കുകയും അതിരെ ഗൗരവം അറിയിക്കുക എത്തിക്കറും. കാരണം വേറെ കുറേ ഹദീസിലും ആയത്തിലും ജുമാഅത്തിൻ്റെ കുളിക്കരുത് സുന്നത്തെ എത്തിക്കിരിച്ചൊന്ന് വന്നു. അപ്പോൾ അങ്ങനെ അവന് കുളിച്ച ഉളു എടുത്തിട്ട് അവന് പള്ളിക്ക് വന്ന വേഗമേ. അതേപോലെ ജുമാഅത്തിൻ്റെ ഡ്രസ്സ് അവൻട്ട ഇന്നതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതായ ഒരു ഹദീസിൽ ഇന്നതിൽ അവൻട്ട എന്തിനുണ്ട് നല്ല ഡ്രസ്സ് ഏതുണ്ടോ അതവൻ ഇടട്ടും. അത് അതേപോലെ അത് വൈറ്റ് ബെൽത്തതായിട്ടുണ്ടെങ്കിലും അതും യാറാ നല്ല അങ്ങനെ ഉണ്ട്. അതേപോലെ അവൻട്ട എന്തൊരു സുഗന്ധം എന്തെങ്കിലും ഉണ്ടാ, അത്തർ സെൻറ്റ് എന്തുണ്ട് അതും അവൻ എന്താക്കട്ടെ ജുമാഅത്തിക്ക് പറയുമ്പോഴത്തേക്ക് അവന് തേക്കട്ടു. അങ്ങനെ അവന് ഗാഡിയിൽ വരാണ്ട് നടന്നിട്ട് വന്ന ഖത്തീബിറെ മുന്നോൽ തെച്ച ഇതെല്ലാം അവൻ ആക്കുമ്പോഴത്തേക്കും സാധാരണ ഒരു എന്തൊരു ഡെയിലി ഒരു ആദത്ത് പോലെ ആക്കിറല്ല. ಇದಕ್ಕೆ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಇನ್ನು ಪ್ರತಿಫಲ ಚಂದರು ಅವರು ಸುನ್ನತ್ ಅವರು ಪ್ರತಿಫಲನಕ್ಕೆ ಕರಸ್ತಾಕೋನು ಅವರು ನಿಯತ ಜುಮಾഅತ್ ನಾನು ಜುಮಾഅತ್ಗೆ പോകണു ಅವರು നിയത്തിൽ പ്രത്യേകമായിട്ടുള്ളൊരു നിയത്തിൽ അവൻ എന്താക്കണം ആക്കണം. അതല്ലാണ്ട് സാധാ അവനിങ്ങനെ ആക്കരുത് പോലെ എല്ലാ നാളിലും അവനിങ്ങനെ പള്ളിക്ക് പോകണ്ടേ അതുപോലെ പോയിട്ടുണ്ടെങ്കിൽ ആ ശ്രേഷ്ഠത നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഓർത്ത് ആരെങ്കിലും പള്ളിക്ക് വന്നവനും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ലഘുവൊന്നും അവന് പ്രവർത്തിച്ചിട്ടില്ല. കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അവൻ നടന്നതായ ഓരോ സ്റ്റെപ്പും അവൻ ഔത്തരെ പള്ളിക്ക് വന്നല്ലേ ഓരോ സ്റ്റെപ്പും അവനക്ക് എന്തുണ്ട് അമലു സനത്തിൻ അജ്റു ഖിയാമിഹ വ സിയാമിഹ അജ്റു സിയാമിഹ വ ഖിയാമിഹ അവന് നടന്നു വന്നതേ ഓരോ സ്റ്റെപ്പും ഓരോ വർഷം അമലാക്കിയതേ പ്രതിഫലം അവന് കൊണ്ടു. അതെങ്ങനെ ഒരു വർഷം നോമ്പ് പിടിച്ചതേ പ്രതിഫലം അതേപോലെ ഒരു വർഷം നീണ്ട നിസ്കരിച്ചതേ പ്രതിഫലം അവന് കൊണ്ടു. അവൻ്റെ ഓരോ സ്റ്റെപ്പും സുബ്ഹാനല്ലാഹ് എത്ര വലിയ അജറൈത്തിക്ക് അതുകൊല്ല എത്ര ശ്രേഷ്ഠതയ്ത്തിക്ക് അതുകൊല്ലത് അല്ലെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ പണി എല്ലാവർക്കും ആക്കോർ. ജുമാഅത്തിക്ക് പുറത്താകുമ്പോഴത്തേക്ക് കുളിക്കിരെ ഈ കുളിക്കിരതും സുബൈക്ക് കുളിക്കാനാ അല്ല ജുമാഅത്ത് പോകുമ്പോൾ കുളിക്കാനാ സ്വന്തം ഇഖ്തിലാഫാണ്. അതായത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുളിക്കുക സുബൈക്കും കുളിക്കുക അത്ര ജുമാഅത്തിക്ക് പോകേണ്ടതെല്ലാം മുന്നോട്ട് കുളിക്കരുതെത്തിക്കര് നല്ല. കാരണം അപ്പം കുളിച്ച് പോയാൽ നല്ലവണ്ണം ഖത്തീബിറെ പൽക്ക് കേൾക്കുക ഖുത്ബ കേൾക്കുക ഒന്ന് ഫ്രഷ് ആയിത്തിക്കറും. അപ്പോൾ ഈസി ആയിട്ടില്ല എല്ലാവർക്കും ആക്കുക ഒരേ കുളിച്ചിട്ട് അത്ര തേച്ച് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നടന്നിട്ട് പള്ളിക്ക് പോകണ്ടേ ഗാഡി എടുക്കാണ്ട് നടന്നിട്ട് പോകണ്ടോ ഇമാമരെ മുട്ട പോയി ദക്കറ് അതേപോലെ ഫസ്റ്റ് സോഫ് കിട്ടണാണ്ട് എന്താക്കണം തെല് വേഗമേ പള്ളിക്ക് പോകണം. അപ്പോൾ പോയി ദക്കറ് ഖുത്ബ ശ്രദ്ധിച്ചിട്ട് കേൾക്കറ്. പിന്നെ അത് അവനക്ക് എന്തുണ്ട് അവൻ നടന്നതായ ഓരോ സ്റ്റെപ്പും ഒരു വർഷത്തെ പണിയുടെ അമലറെ പ്രതിഫലമുണ്ട്. അതും ഒരു വർഷം നോമ്പ് പിടിച്ചതും ഒരു വർഷം അവನು നീണ്ട നിസ്കരിച്ചതായ പണി. അല്ലാഹു സുബ്ഹാനഹു വ തആല ಅವರು ತೌಫೀಕ್ ಅವರು ಅಜ್ರ ನಂಗೆ ನೆಡುಗುಲದಾಯ ಅವರು ಅಮಲ್ ನಂಗೆ ಹಾಕುಲೆ ತೌಫೀಕ್ ಅಂತ ಅನುಗ್ರಹಿಕಟ್ಟು. അതേപോലെ എന്നൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും ഈ ജുമാഅത്ത് ഉണ്ട് സൂറത്തുൽ കഹഫ് ഓതൊരു വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു മൻ ഖറഅ സൂറത്തുൽ കഹഫ് ഫി യൗമിൽ ജുമഅ അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമഅത്തൈൻ. ആരെങ്കിലും ജുമാഅത്ത് സൂറത്തുൽ കഹഫ് ഓതുറാണ്ടായെങ്കിൽ രണ്ട് ജുമാഅത്തെ നടുവിൽ അതെ ഒരു ജുമാഅത്തെ എന്നൊരു ജുമാഅത്തിൽ അവനക്ക് എന്തിരിക്കറ് അവനോടുമുട്ടവർ അവനക്കൊരു പ്രകാശിക്കರು. ഉലമാക്കന്മാർ ഈ ഹദീസിൽ വിശദീകരിച്ച് വന്നാൽ പ്രകാശിക്കരിച്ച് ചൊല്ലുമ്പോഴത്തേക്കും അതൊന്നെങ്കിൽ അവൻ്റെ ഹൃദയത്തിലുള്ള എന്താക്കുക പ്രകാശം ഉണ്ടാക്കുക അതല്ലെങ്കിൽ അവൻ്റെ കണ്ണിലും അതല്ലെങ്കിൽ അവൻ്റെ എല്ലാ ഹാലിലും എല്ലാ അവസ്ഥയിലും അവനൊരു പ്രകാശത്തിലെത്തിക്കുക അവൻ്റെ കൂടെ ഒരു പ്രകാശിക്കർ. അതല്ലെങ്കിൽ അവൻ്റെ അമൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുമ്പോഴത്തേക്കും അതിരൊട്ടിക്ക് ഒരു പ്രകാശം ഇങ്ങനെ പോകണ്ടു.
ആർക്ക് ഈ ജുമാഅത്തുണ്ട് സൂറത്തുൽ കഹ്ഫ് ഓതണം. അതുകൊണ്ടു എല്ലാ ജുമാഅത്തുണ്ടും സൂറത്തുൽ കഹ്ഫ് ഓതവും എല്ലാവരും ശ്രദ്ധിക്കണം. അതേപോലെ ഈ ജുമാഅത്തുക്ക് വരുമ്പോൾ ബണ്ടേത് വിഷയത്തിൽ ജുമാഅത്തുക്ക് പോകേണ്ട വിഷയത്തിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അയാൾ ജയിലിൽ നിന്നതായ സന്ദർഭത്തിലും അല്ലെ ഖൽഖുൽ ഖുർആൻ്റെ വിഷയത്തിലും വേറെ ചില വിഷയത്തിലും അയാൾ പലവട്ടം ജയിലിൽ വരും, ജയിൽ കെട്ടിയെന്ന് അറിയാൽ. അപ്പോൾ ആ ടൈമിൽ അയാൾ ജയിലിൽ നിന്നതായ അവസ്ഥയിൽ ജുമാഅത്തിൻ്റെ അയാൾ എന്താക്കിയിട്ട് കറക്റ്റ് ചന്ത കുളിച്ചിട്ട് നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒതുവെടുത്ത് അയാൾ പള്ളിക്ക് പോകിയിട്ട് പുറത്ത് വരും. അയാൾക്ക് പോകില്ല, ജയിലറ് സെല്ലറ് ഗേറ്റ് തോൽ പണ്ട് അതിലപ്പുറം അയാൾ കടുക്കുകയില്ല, അത്ര പണ്ട് പിന്നെ പേരെ പോകണ്ട്. അങ്ങനെ ആക്കുമ്പോഴത്തേക്കും എല്ലാ ജുമാഅത്തും അങ്ങനെ ആക്കുമ്പോഴത്തേക്കും അവിടെ ജയിലർ അതിൽ 10 ഗാർഡുള്ളല്ലേ അവൻ കേൾക്കുക, നിങ്ങൾ എന്തൊക്കെ ഇങ്ങനെ എപ്പം ആക്കുക, നിങ്ങൾക്ക് പിടിയുണ്ടല്ലേ, നിങ്ങൾക്ക് പള്ളി പോകാൻ ആവില്ല, അവിടെ വിടില്ല. ജയിലിലേക്കുമ്പോൾ ഒരാൾക്ക് പോകാറാ ബേനാജാക്കിയത്തേക്ക് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതാവില്ലല്ലോ, നിങ്ങൾ എന്തൊക്കെ ഇങ്ങനെ ആക്കി കേട്ടപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി ചൊല്ലറും എൻ്റെ കയ്യിൽ ആവുന്നത് ഞാൻ എന്താക്കുക ആക്കുക. കാരണം അങ്ങനെ ജുമാഅത്ത് ആ ശ്രേഷ്ഠത കിട്ടണമെന്ന് ചൊന്ന് ആഗ്രഹിച്ചു ചെയ്യുന്നാറ്. എൻ്റെ കയ്യിൽ ഇത്ര ഒരു അണ്ടത്തേക്ക് 4 നാ റെഡിയത്ത് കുളിച്ചിട്ട് എന്തെല്ലാം ആക്കണം, റസൂൽ പരിപാടി എന്തെല്ലാം ഉണ്ട്, നല്ല ഡ്രസ്സ് ഇടര്, ഇന്നതിൽ നല്ല ഡ്രസ്സ് ഇടര്, അത്രയെല്ലാം തേച്ചിട്ട് ഗേട്ട് തോൽപ്പണ്ട് അതിലപ്പുറം കടുക്കില്ല. അത്രമേ നല്ല അള്ളാഹ് കേട്ടേണ്ടെന്ന് ചൊല്ലല്ലേ റബ്ബെ ഞാൻ ഇത്ര ആക്കിരാ, ഇതിലപ്പുറം എനക്ക് എന്താക്കുമായിത്തില്ല പോകയിത്തില്ല. കാരണം അത്ര എന്താക്കിയെന്നാറ് ആ പ്രതിഫല കർത്താവ് ശ്രദ്ധിച്ച് ചെയ്യുന്നാറ്. അപ്പോൾ ഞങ്ങൾ അതുപോലെ അങ്ങനെ ആ ജീവിതം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഒരു മാതൃകാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ അണ്ടത്തെ നാൾ ജുമാഅത്ത് നാൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലരുത്. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലരുത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യത്തേക്കാറ്. അതേപോലെ ജുമാഅത്ത് ഉണ്ട് അധികരിപ്പിക്കും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തും. ഒരു ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷെയ്ഖ് അൽബാനി സ്വഹീഹ് ചൊന്ത് വിശേഷിപ്പിച്ചത് ഹദീസ് എത്തിക്കാറ്. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ ഫഅക്തിറു അലിയ മിനസ് സ്വലാത്തി ഫീഹി. നിങ്ങൾക്ക് 4 ബെശിത്ത് ഏറെ അഫ്ളലായ 4 അത് ജുമുഅ എത്തിക്കാറും. അതുകൊണ്ട് ആ 4 നിങ്ങൾ എന്താക്കറും എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കറും. അതേപോലെ ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലിയ സ്വലാത്തൻ. നാളെ ഖിയാമത്ത് നാൾ എൻ്റെ മുട്ട യാറെ മുട്ടയിത്തുള്ളത് ആൾമാർ അത് എൻ്റെ മേൽ യാറെ സ്വലാത്ത് ചൊന്നെങ്കിൽ എത്തിക്കാറ്, സ്വലാത്തിനെ അധികരിപ്പിച്ച ആൾമാർ എത്തിക്കാറ്. അതുകൊണ്ട് അണ്ടത്തെ 4 യാറെ സ്വലാത്ത് ചൊല്ലുകയത്ത് നിങ്ങൾ എന്താക്കണം ശ്രദ്ധിക്കണം. ഇനിയും ഈ ജുമാഅത്ത് വിഷയത്തിലും അണ്ടത്തെ 4 പ്രവർത്തനത്തെ വിഷയത്തിലും അദബർ വിഷയത്തിലും അതുപോലെ പ്രതിഫല വിഷയം ധാരാളം ഹദീസും നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് അത് സമയത്തെ കുറവുള്ള കാരണം എന്തൊക്കെ ഇൻഷാ അല്ലാഹ് എന്നൊരു സന്ദർഭത്തിൽ അത് വിശദീകരിക്കാം. ചൊന്നതും കേട്ടതും മനസ്സിലാക്കിയ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലാക്കുലത തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. السلام عليكم ورحمة الله. سائلي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه ولا